നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ജയ്പൂരിലെ DC ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഹയസ്റ്റ് സക്സസ്ഫുൾ ചേസ് എവർ ഫോർ ഡൽഹി ക്യാപിറ്റൽസ് ഇൻ IPL ഹിസ്റ്ററി. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചേസ് നടത്തിക്കൊണ്ടാണ് അവരിപ്പോൾ RRനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 7 വിക്കറ്റിൻ്റെ വിജയമാണ് DC നേടിയിരിക്കുന്നത്. കിടിലൻ ചേസായിരുന്നു. പതുൻ നിസാങ്കയും KL രാഹുലും ചേർന്നുള്ള സൂപ്പർ ഡ്യൂപ്പർ ഓപ്പണിംഗ് കൂട്ടുകെട്ട്, പിന്നാലെ നിതീഷ് റാണയുടെ വെടിക്കെട്ട് കമിയോ, ഒടുവിൽ സ്റ്റബ്സും അശുതോഷ് ശർമ്മയും ചേർന്നുള്ള കിടിലൻ ഫിനിഷിങ്, എല്ലാം കൊണ്ടും അതിമനോഹരമായിട്ടുള്ളൊരു ഫിനിഷിങ്ങിലൂടെ ടീം വിജയിച്ച് കയറി. ആദ്യം ബാറ്റ് ചെയ്ത RR നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റിന് 225 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 19.1 ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു DC. കളിയിൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അധിക നേരമൊന്നും നിന്നില്ല. തുടക്കത്തിൽ തന്നെ അവർക്ക് വിക്കറ്റുകൾ നഷ്ടമാകുന്ന കാഴ്ച. 3 പന്തുകളിൽ 6 റൺസ് എടുത്ത് ജയ്സ്വാൾ മടങ്ങിയപ്പോൾ 2 പന്തുകളിൽ നിന്ന് 4 റൺസ് എടുത്ത വൈഭവ് സൂര്യവംശിയെ KL ജാമീസൺ ബൗൾഡാക്കി വിട്ടിട്ട് ആഘോഷം നടത്തി. പിന്നെ ധ്രുവ് ജുറലും റിയാൻ പരാഗും ചേർന്നുകൊണ്ട് തിരിച്ചടിക്കുന്ന കാഴ്ച. ജാമീസിനൊക്കെ എടുത്തിട്ട് അലക്കുന്ന റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ 30 പന്തുകളിൽ നിന്ന് 4 ഫോറും 1 സിക്സും അടക്കം 42 റൺസ് അടിച്ചപ്പോൾ 50 പന്തിൽ നിന്ന് 8 ഫോറും 5 സിക്സും അടക്കം 90 റൺസാണ് റിയാൻ പരാഗ് അടിച്ചത്. മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ അടിക്കാനുള്ള ശ്രമത്തിൽ ടൈമിംഗ് നഷ്ടപ്പെട്ട് അക്സർ പട്ടേൽ പിടിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. രവീന്ദ്ര ജഡേജ 14 പന്തുകളിൽ നിന്ന് 20 റൺസ് അടിച്ചു. ഡൊണാവൻ ഫെരീര വന്നുകൊണ്ട് അങ്ങ് പൊളിച്ചെടുക്കുകയായിരുന്നു. ശരിക്കും ജഡേജയുടെ സ്ഥാനത്ത് ഡൊണാവൻ ഫെരീരയെ ഇറക്കേണ്ടിയിരുന്നില്ലേ എന്നുള്ളതൊരു ചോദ്യമാണ്. ആ ഒരു തീരുമാനം, ഫെരീറയെ പിന്നോട്ട് വലിച്ച് ജഡേജയെ ആദ്യമിറക്കിയ തീരുമാനം പാളിപ്പോയി RRന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 14 പന്തുകളിൽ നിന്ന് 2 ഫോറും 6 സിക്സറുകളും അടക്കം അദ്ദേഹം 47 റണ്ണടിച്ച് പുറത്താകെ നിന്നു. ശുഭൻ ദ്യൂബെ 6 റൺസ് അടിച്ചപ്പോൾ ജോഫ്രി ആർച്ചർ 1 റൺസുമായിട്ടും പുറത്താകാതെ നിന്നു. സ്റ്റാർക്ക് IPLലേക്ക് എത്തി കിടിലൻ ബൗളിംഗ് നടത്തി. 4 ഓവറിൽ 40 റൺസ് അദ്ദേഹം 3 വിക്കറ്റ് വീഴ്ത്തി. 226 അതൊരു വലിയ സ്കോറായിരുന്നു ആ പിച്ചിൽ. പക്ഷേ അനായാസം പതുൻ നിസാങ്കയും KL രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 10ാമത്തെ ഓവർ പകുതിയാകുമ്പോൾ മടങ്ങുമ്പോൾ 110 റൺസ് DCയുടെ സ്കോർ ബോർഡിലെത്തിക്കഴിഞ്ഞിരുന്നു. രവീന്ദ്ര ജഡേജയുടെ പന്തിൽ LBW ആയിട്ടാണ് പതുൻ നിസാങ്ക മടങ്ങിയത്. 33 പന്തിൽ 6 ഫോറും 3 സിക്സും അടക്കം അദ്ദേഹം 62 റൺസ് അടിച്ചു. 187.88 സ്ട്രൈക്ക് റേറ്റ്. സഹ ഓപ്പണർ KL രാഹുലോ 187.5 സ്ട്രൈക്ക് റേറ്റിൽ 40 പന്തിൽ 6 ഫോറും 5 സിക്സും അടക്കം 75 റൺസാണ് അടിച്ചത്. അവരിട്ട് അടിത്തറ. അതാണ് DCയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. നിതീഷ് റാണയുടെ കമിയോ എടുത്ത് പറയണം. അനായാസം അദ്ദേഹം 3 ഫോറും 2 സിക്സും അടക്കം 17 പന്തിൽ നിന്ന് 33 റൺസ് അടിച്ചു. പിന്നെ സ്റ്റബ്സും അശുതോഷ് ശർമ്മയും ചേർന്നുകൊണ്ട് വിജയിപ്പിക്കുകയായിരുന്നു. 11 പന്തിൽ നിന്ന് 1 ഫോറും 1 സിക്സും അടക്കം 18 റൺസ് അടിച്ച് സ്റ്റബ്സ് പുറത്താകുന്നപ്പോൾ നിന്നപ്പോൾ 15 പന്തിൽ നിന്ന് 4 ഫോറുടെ സഹായത്തോടെ 25 റൺസുമായിട്ട് അശുതോഷ് ശർമ്മയും പുറത്താകുന്നു. അങ്ങനെ തകർപ്പൻ വിജയം തന്നെ DC സ്വന്തമാക്കിയിരിക്കുന്നു. ഏതായാലും DC വീണ്ടും പ്രതീക്ഷകൾ ഉണർത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.